അമേരിക്കയുടെ ഉപഗ്രഹമായി മാറിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒന്നിന്റെയും വാദം കേൾക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യ കൂട്ടായ്മയിൽ ഭിന്നതയുണ്ടാവുകയും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പരിധിവരെ ട്രംപിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നെതർലൻഡ്സും അങ്ങനെ തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ യൂറോപ്പ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നിലനിൽപ്പിനായി പോരാടേണ്ട സാഹചര്യമാണ്. ഒന്ന്, യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട്. രണ്ട്, യൂറോപ്പിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി യൂറോപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അമേരിക്ക റഷ്യയുമായി തീരുമാനമെടുക്കുമ്പോൾ റഷ്യയ്ക്ക് ഇനിയും അവരുടെ വിസ്തൃതി വലുതാക്കാനുള്ള അവസരം തെളിയും. ഇപ്പൊ യൂറോപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന, യൂറോപ്യൻ യൂണിയനിൽ പോലും ചേർന്നിരിക്കുന്ന പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാൾട്ടിക് രാജ്യങ്ങളാണ്. ലിത്വാനിയയും ലാത്വിയയും എസ്തോണിയയും. അവർ പല അധിനിവേശങ്ങളെ അതിജീവിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. ആ ബാൾട്ടിക് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ സേനയായിരുന്നു അവർക്ക് സംരക്ഷണം ഉറപ്പാക്കിയത്. ആ സേനയെ അമേരിക്ക പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. റഷ്യയ്ക്ക് വേണമെങ്കിൽ അനായാസം അവരുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ബാൾട്ടിക് രാജ്യങ്ങൾ അവരുടെ ഭാഗമാക്കാം. യുക്രൈനെ പോലെ റഷ്യയോട് എതിരിട്ട് നിൽക്കുന്ന പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊക്കെ അധിനിവേശ ഭീഷണിയിലാണ്. അതിനപ്പുറത്തേക്ക് ഫിൻലൻഡും സ്വീഡനും അടങ്ങുന്ന രാജ്യങ്ങൾക്കും ഭീഷണിയുണ്ട്. ഫിൻലൻഡ് നേരത്തെ തന്നെ ഭീഷണിയെ നേരിട്ടിരുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുമോ? യൂറോപ്പിലേക്ക് കടന്നു കയറി റഷ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ? അമേരിക്കയുടെ അണ്വായുധത്തെ മാത്രം വിശ്വസിച്ച് ഇതുവരെ കഴിഞ്ഞത് വിഡ്ഢിത്തമായില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തുന്നത്.